മറ്റ് വാർത്തകളിലേക്ക് കടക്കാം. വിഴിഞ്ഞം തുറമുഖ കമ്മീഷനിങ്ങിന്റെ പരസ്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വെട്ടി കേന്ദ്ര സർക്കാർ. ഇംഗ്ലീഷ് പത്രങ്ങളിലും ചില മലയാളം പത്രങ്ങളിലും നൽകിയ പരസ്യങ്ങളിൽ മുഖ്യമന്ത്രിയുടെ പേരോ ഫോട്ടോയോ ഇല്ല. കേരള സർക്കാരിനെ കുറിച്ചും പരാമർശമില്ല. വികസിത് ഭാരതത്തിന്റെ ഭാഗമായുള്ള പരസ്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോട്ടോ മാത്രമാണുള്ളത്. അതേസമയം ഉദ്ഘാടനത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പങ്കെടുക്കില്ല. തന്നെ ക്ഷണിച്ചിട്ടില്ലെന്നും ക്ഷണിക്കാത്തടത്ത് പോകില്ലെന്നും സതീശൻ പ്രതികരിച്ചു. വിഴിഞ്ഞത്തേത് കടൽ കൊള്ളയെന്ന് പറഞ്ഞവരാണ് CPM നേതാക്കളെന്നും വല്ലവരും ചെയ്തതിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ ശ്രമിക്കുകയാണ് മുഖ്യമന്ത്രിയെന്നും സതീശൻ കുറ്റപ്പെടുത്തി. അല്ല, വിഴിഞ്ഞത്ത് അവര് നമ്മളെ ക്ഷണിച്ചില്ല, അത് അവരുടെ തീരുമാനമാണ്. എനിക്കതിനകത്ത് പരിഭവവും പരാതിയൊന്നുമില്ല. ആദ്യം കപ്പലെടുത്ത സമയത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു, പിന്നീട് രണ്ടാമത്തെ പരിപാടിക്കും ഈ പരിപാടിക്ക് ക്ഷണിച്ചില്ല. അത് ബഹുമാനപ്പെട്ട മന്ത്രിയോട് മാധ്യമപ്രവർത്തകരായി നിങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത് 4ാമത്തെ വാർഷികമാണ്. ആ 4ാമത്തെ വാർഷികത്തിന്റെ ഭാഗമായിട്ടുള്ള പരിപാടിയാണ്. അത് പ്രതിപക്ഷം അതുമായിട്ട് സഹകരിക്കുന്നില്ല, അതുകൊണ്ടാണ് ഇത് പ്രതിപക്ഷ നേതാവിനെ വിളിക്കാത്തതെന്ന്. ഇത് സർക്കാരിന്റെ 4ാമത്തെ വാർഷികമാണോ? അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ CPM-ഉം BJP-യും കൂടിയാണല്ലോ 4ാമത്തെ വാർഷികം ആഘോഷിക്കുന്നത്, ആണോ? അങ്ങനെ BJP നേതൃത്വം പറയട്ടെ. 4ാമത്തെ വാർഷികാഘോഷത്തിൽ പങ്കെടുക്കാനാണ് പിണറായി വിജയൻ സർക്കാരിന്റെ 4ാമത്തെ വാർഷികാഘോഷത്തിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരുന്നതെന്ന് BJP പറയട്ടെ. അവിടുത്തെ MP-യെ വിളിച്ചിട്ടുണ്ട്, MLA വിളിച്ചിട്ടുണ്ട്. അവരവിടെ പോയി പങ്കെടുക്കും. അല്ല, എന്നെ വിളിച്ചിട്ടില്ലല്ലോ. എനിക്ക് നിങ്ങൾ കണ്ടല്ലോ ക്ഷണക്കത്ത്. എല്ലാവർക്കും MP-മാർക്ക്, എല്ലാവർക്കും MLA-മാർക്ക് അയച്ച ക്ഷണക്കത്താണ് എനിക്ക് തന്നത്. മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പറഞ്ഞത് 4ാമത്തെ വാർഷികം ആയതുകൊണ്ട് വിളിക്കുന്നില്ല എന്നാണ്. അല്ല, വിളിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. വിളിക്കാത്ത എന്ത് ക്ഷണക്കത്താണ് എനിക്ക് അയച്ചിരിക്കുന്നത്? ഞാൻ ആ കത്ത് നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ ആരെങ്കിലും ആണെങ്കിൽ അങ്ങനെ പോകുമെന്ന് നിങ്ങൾ ആലോചിക്കും. എന്ത് ക്ഷണക്കത്താണ് എനിക്ക് അയച്ചത്? ഒരു പ്രോഗ്രാം പോലും എനിക്ക് അയച്ചിട്ടില്ല. 2-ാം തീയതി പ്രധാനമന്ത്രിയുടെ പരിപാടി നടക്കുക. പ്രധാനമന്ത്രിയുടെ പരിപാടി നടക്കുന്നതിന്റെ തലേദിവസമാണ് എനിക്ക് കത്തയക്കുന്നത്. അത് തലേ ദിവസത്തെ ഡേറ്റ് ഇട്ടാണ് കത്തയച്ചേക്കുന്നത്. തലേ ദിവസം മന്ത്രി പത്രക്കാരോട് പറഞ്ഞത് വിളിക്കുന്നില്ല എന്നാണ്. അപ്പൊ എങ്ങനെയാ തലേ ദിവസത്തെ ഡേറ്റ് ഈ ഇന്നലെ തന്ന കത്തിലുണ്ടാകുന്നത്? എങ്ങനെയാണ്? ഇതെല്ലാം വെറുതെ. അത് ജനങ്ങൾ പ്രതിഷേധിച്ചപ്പോൾ, രാഷ്ട്രീയമായും എല്ലാ പ്രതിഷേധവും ഉണ്ടായപ്പോൾ അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അവ്യക്തമായ ഒരു കത്തയച്ചത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പരിഭവമില്ല, പരാതിയില്ല. VV അരുൺ ചേരുന്നു. അരുൺ, ഇതിനകത്ത് കോൺഗ്രസ് ഇതിൽ അതൃപ്തി വ്യക്തമാക്കിയിട്ടുണ്ട്. വി ഡി സതീശൻ തന്നെ വ്യക്തമാക്കുന്നു. തന്നെ ക്ഷണിച്ചിട്ടില്ല, താൻ ക്ഷണിക്കാത്തടത്ത് പോകില്ല എന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ വ്യക്തമാക്കുന്ന സാഹചര്യം. ഒപ്പം മുഖ്യമന്ത്രിയെ പരസ്യത്തിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ള വാർത്ത കൂടി വരുമ്പോൾ ഇനി പ്രതികരിക്കേണ്ടത് CPM-ന്റെ ഭാഗത്ത് കൂടിയാണ്. സ്വാഭാവികമായിട്ടും ആ തരത്തിലുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങൾ രണ്ട് ഭാഗത്തു നിന്നും ഉയരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ? അപർണ, ഇന്നലത്തെ വിവാദം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക്, പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിച്ചില്ല എന്നുള്ളതായിരുന്നു. കോൺഗ്രസ് നേതാക്കൾ വലിയ അമർഷം അതിലറിയിച്ചു. പക്ഷേ ഉദ്ഘാടന ചടങ്ങിൽ MP-ക്കും MLA-ക്കും, അതായത് MP തിരുവനന്തപുരം MP ശശി തരൂരാണ്, MLA കോവളം MLA M വിൻസെന്റാണ്, രണ്ടുപേർക്കും ക്ഷണമുണ്ട്. രണ്ടുപേരും പങ്കെടുക്കുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. അതിനുശേഷമാണ് മന്ത്രി VN വാസവൻ തന്റെ ലെറ്റർ പാഡിൽ വി ഡി സതീശൻ ക്ഷണിച്ചു, കത്ത് നൽകിയെന്ന് വെളിപ്പെടുത്തുന്നത്. പിന്നീട് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് സ്ഥിരീകരിച്ചു. പക്ഷേ ആ കത്ത് എല്ലാവർക്കും നൽകുന്ന സാധാരണ ഒരു കത്ത് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഈ ഉദ്ഘാടന ചടങ്ങിൽ, പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ എന്താണ് പ്രതിപക്ഷ നേതാവിന്റെ റോള്? അദ്ദേഹം ആശംസാ പ്രസംഗനാണോ, വിശിഷ്ടാതിഥിയാണോ, മുഖ്യാതിഥിയാണോ, ഒന്നും വ്യക്തമാകാത്തൊരു കത്താണ് അദ്ദേഹം നൽകിയത്. അതിലെ അമർഷമാണ് ഇപ്പോൾ വി ഡി സതീശൻ വ്യക്തമാക്കുന്നത്. തനിക്കൊരു കത്ത് നൽകി, അത് 28-ാം തീയതി ഡേറ്റ് ഇട്ടൊരു കത്ത് നൽകി. അതിനപ്പുറത്തേക്ക് തന്റെ റോൾ അവിടെ വ്യക്തമല്ല. ഈ കത്തിനെ വെച്ചിൽ ആരെങ്കിലും പോകുമോ, അതുകൊണ്ട് താൻ പങ്കെടുക്കില്ല എന്ന് വി ഡി സതീശൻ വ്യക്തമാക്കുകയാണ്. പക്ഷേ UDF-ന്റെ MP-യും MLA-യും പങ്കെടുക്കും. അവർ രണ്ടുപേരും അവിടെ പ്രോട്ടോകോൾ അനുസരിച്ചും പങ്കെടുക്കേണ്ട ആളുകൾ തന്നെയാണ്. ഇനിയുള്ളത്, പ്രതിപക്ഷം ഇങ്ങനെ പരാതി പറയുമ്പോൾ സർക്കാരിന്റെ ഭാഗത്തൊരു പരാതി ഉയരാനുള്ള, അല്ലെങ്കിൽ സർക്കാരിനെ അവഗണിച്ചു എന്ന് പറയാനുള്ളത് കേന്ദ്ര സർക്കാരിന്റെ പരസ്യമാണ്. കേന്ദ്ര തുറമുഖ മന്ത്രാലയത്തിന്റെ, അതായത് ഇന്ന് ദേശീയ ദിനപത്രങ്ങളിലും സംസ്ഥാനത്തെ ചില പത്രങ്ങളിലും നൽകിയ പരസ്യമാണ്. വികസിത ഭാരതം 2047 ഊർജ്ജം പകരുന്ന തുറമുഖങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇറക്കിയ ഒരു പരസ്യമുണ്ട്. കേന്ദ്ര തുറമുഖ മന്ത്രാലയം ഇറക്കിയ ഒരു പരസ്യമുണ്ട്. അതിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര കപ്പൽ ചരക്കു കൈമാറ്റ
ആഴക്കടൽ വിവിധോദ്ദേശ തുറമുഖം പദ്ധതി ചെലവ് 18,000 കോടി രൂപ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കുന്നു വിഴിഞ്ഞത്ത്. ആ പദ്ധതിയുടെ നേട്ടങ്ങളൊക്കെ എണ്ണി പറയുന്നുണ്ട്. പക്ഷേ ആ പരസ്യം കണ്ടാൽ ഇത് കേരളത്തിൽ നടക്കുന്നൊരു വിഴിഞ്ഞമെന്നൊരു ഡേറ്റ് ലൈൻ ഉള്ളതുകൊണ്ട് മാത്രം കേരളമെന്ന് മനസ്സിലാക്കാൻ, അപ്പുറത്തേക്ക് കേരളത്തിൽ നടക്കുന്ന ഒരു പദ്ധതിയാണെന്നോ കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയാണെന്നോ അതിൽ സംസ്ഥാന സർക്കാരിന് ഏതെങ്കിലും പങ്കാളിത്തമുണ്ടോ എന്നോ മനസ്സിലാക്കാൻ കഴിയാത്തൊരു പരസ്യം. പൂർണ്ണമായും ഇതിന്റെ ക്രെഡിറ്റ് കേന്ദ്രത്തിന് ലഭിക്കുക എന്ന ഉദ്ദേശത്തോടുള്ള പരസ്യമായി തന്നെ അത് നിലനിൽക്കുകയാണ്. അത്തരം ഒരു പരസ്യമാണ് അവിടെ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. ഏതായാലും പ്രധാനമന്ത്രിയുടെ പ്രധാനമന്ത്രി ഉദ്ഘാടന പദ്ധതിയാണ്. സംസ്ഥാന സർക്കാരിനും വലിയ റോളുള്ള പദ്ധതിയാണ്. പക്ഷേ അവിടെ സർക്കാരിന്റെയോ മുഖ്യമന്ത്രിയുടെയോ ഒന്നും ഒരു വിവരമോ ചിത്രമോ ഒന്നും അതിൽ ഉൾക്കൊള്ളിച്ചില്ല എന്നതാണ് ഈ പരസ്യത്തെ വിമർശന വിധേയമാക്കുന്നത്. ഏതായാലും 12 മണിയോടുകൂടി തുറമുഖ മന്ത്രി VN വാസവൻ അടക്കമുള്ള സംസ്ഥാന മന്ത്രിസഭയിലെ 3 പേർ ഒരു വാർത്താ സമ്മേളനം നടത്തുന്നു. തുറമുഖത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ, അതിന്റെ മറ്റു നടപടികൾ വിശദീകരിക്കാൻ വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. അവിടെ ഈ വിവാദങ്ങൾക്ക് പ്രതിപക്ഷ നേതാവിന്റെ അതൃപ്തിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും കേരളത്തെ ഒഴിവാക്കിക്കൊണ്ടുള്ള കേന്ദ്രത്തിന്റെ പരസ്യത്തിനുമുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകും. VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. 2 തരത്തിൽ, ഒന്ന് പ്രതിപക്ഷ നേതാവിനെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്ന് കോൺഗ്രസ് കഴിഞ്ഞ മണിക്കൂറുകളായി അതിൽ പ്രതികരണം നടത്തുന്നു. ഇപ്പോൾ വരുന്ന വാർത്ത മുഖ്യമന്ത്രിയുടെ പടങ്ങളും ഫോട്ടോയും അതിനകത്ത് നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ള കാര്യമാണ്. CPM-ന്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നിട്ടുണ്ടോ? അരുൺ, CPM-ന്റെ അല്ലെങ്കിൽ സർക്കാർ ഭാഗങ്ങളിലെ ഏതെങ്കിലും തരത്തിൽ ഈ വിവാദത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങളോ സമൂഹ മാധ്യമങ്ങൾ പോസ്റ്റോ വന്നിട്ടുണ്ടോ? കാര്യമായ പ്രതികരണം ഇതുവരെയും ഉണ്ടായിട്ടില്ല. CPM പ്രതികരണം ഉണ്ടാകും. അത് തുറമുഖ മന്ത്രി തന്നെ വ്യക്തമാക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. സർക്കാർ സ്വാഭാവികമായും അതിൽ പ്രതിഷേധമുണ്ടാകും. നമുക്കറിയാം, വിഴിഞ്ഞം തുറമുഖത്തിന്റെ ബർത്തിങ്ങും ആദ്യ ക്രെയിൻ വന്ന ചടങ്ങും ഒക്കെ വരുമ്പോൾ മുതൽ ആരാണ് വിഴിഞ്ഞത്തിന്റെ യഥാർത്ഥ അവകാശി, വിഴിഞ്ഞം തുറമുഖം ആരുടെ കുഞ്ഞാണ്, ഇത് ഈ ഒരു കാര്യത്തിലാണ് വലിയ തർക്കമുള്ളത്. UDF അത് ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞ് എന്ന് അവകാശപ്പെടുന്നു. ഉമ്മൻചാണ്ടിയാണ് അതിന്റെ പിന്നിൽ. MV രാഘവന്റെ കാലത്ത് 91 കരുണാകരൻ മന്ത്രിസഭയുടെ കാലത്ത്, പിന്നീട് MV രാഘവൻ തുറമുഖ മന്ത്രിയാകുമ്പോഴൊക്കെ കൊണ്ടുവന്ന പദ്ധതി, ഉമ്മൻചാണ്ടി കരാർ ഒപ്പിട്ട പദ്ധതി, പൂർണ്ണമായും UDF-ന്റെ കുഞ്ഞ്, ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞെന്ന് അവർ അവകാശപ്പെടുന്നു. പക്ഷേ നാനാ സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയ പ്രവർത്തനങ്ങൾ, VS സർക്കാർ മുന്നോട്ട് കൊണ്ടുപോയ കാര്യങ്ങൾ, പിണറായി സർക്കാർ വന്നതിന് ശേഷം വലിയ നിശ്ചയദാർഢ്യത്തോടുകൂടി ഏറ്റെടുത്ത വലിയ എതിർപ്പുകൾ ഉണ്ടായിട്ടും അതൊക്കെ മറികടന്ന് നടപ്പാക്കിയ പദ്ധതി. അതുകൊണ്ട് തന്നെ പൂർണ്ണ അവകാശം CPM-ഉം ഇടതുമുന്നണി സർക്കാരും അവകാശപ്പെടുന്നു. അതേ സമയത്ത് തന്നെയാണ് BJP കേന്ദ്രത്തിന്റെ പദ്ധതിയാണ്. കേന്ദ്രത്തിന്റെ നിലപാടുകൾ ഇല്ലായിരുന്നുവെങ്കിൽ, കേന്ദ്രത്തിന്റെ പിന്തുണ ഇല്ലായിരുന്നുവെങ്കിൽ പദ്ധതി നടപ്പാകുമായിരുന്നില്ല. കേന്ദ്രത്തിന് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന പദ്ധതി കൂടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് BJP അതിന്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ക്രെഡിറ്റിന് അവകാശവാദം ഉന്നയിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ വയബിലിറ്റി ഗ്യാപ് ഫണ്ടിന്റെ കാര്യത്തിലടക്കം മറ്റു തുറമുഖങ്ങൾക്കും ഇല്ലാത്ത ഒരു നിബന്ധനയൊക്കെ വിഴിഞ്ഞത്തിന് കേന്ദ്രം കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ അത് കേന്ദ്രം അതിനെ ദ്രോഹിക്കാൻ ശ്രമിച്ചവരാണെന്ന് ഇടതു വലതു മുന്നണി ഒരുപോലെ പറയുന്നു. അങ്ങനെ ആരാണ് വിഴിഞ്ഞത്തിന്റെ യഥാർത്ഥ അവകാശികൾ? വിഴിഞ്ഞം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുമ്പോൾ അതിന്റെ നേരവകാശികൾ ആര് എന്നതിനെക്കുറിച്ചുള്ള തർക്കമാണ് പ്രധാനമായും രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ ഉണ്ടാകുന്നത്. അതിനെ ആക്കം കൂട്ടുന്ന ഒരു പരസ്യമായി കേന്ദ്രത്തിന്റെ പരസ്യം മാറുമെന്ന് ഉറപ്പാണ്. പ്രതിപക്ഷ നേതാവിന്റെ അതൃപ്തിയും സർക്കാർ പ്രതിപക്ഷത്തെ അവഗണിക്കുന്നതിന്റെ തെളിവായി പ്രതിപക്ഷം ഉയർത്തിക്കാട്ടും. അങ്ങനെ ഈ ഉദ്ഘാടനത്തിന്റെ തലയ്ക്കും തലേ ദിവസം ഒരു ദിവസം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. ആ ദിവസവും വിഴിഞ്ഞത്തെക്കുറിച്ചുള്ള വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. വിഴിഞ്ഞത്തിന്റെ നേരവകാശികൾ ആരെന്നതിനെക്കുറിച്ചുള്ള തർക്കങ്ങൾക്കും ശമനമില്ല. വലിയ തർക്കം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഉണ്ടാകുന്നു. VN വാസവന്റെ പ്രതികരണം, സർക്കാരിന്റെ പ്രതികരണം ഇക്കാര്യം വളരെ നിർണായകമാണ്. എന്തുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ അതൃപ്തി ഇപ്പോഴും മാറ്റാൻ സർക്കാരിന് കഴിയുന്നില്ല? എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കേണ്ട രീതി, അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിൽ ക്ഷണിക്കേണ്ടത് ക്ഷണിച്ചില്ല? പേരിന് മാത്രം ഒരു ക്ഷണമായി അത് മാറിയോ എന്ന കാര്യത്തിൽ മറുപടി വരേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ കേന്ദ്ര സർക്കാരിന്റെ പരസ്യത്തിൽ സംസ്ഥാനത്തെ പൂർണ്ണമായും ഒഴിവാക്കിയതിനുള്ള സംസ്ഥാന സർക്കാരിന്റെ വികാരവും അഭിപ്രായവും VN വാസവൻ തന്നെ ഇന്ന് പ്രകടിപ്പിക്കും. വിവരം നൽകിയത്. വിഴിഞ്ഞത്ത് പ്രധാനമന്ത്രിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതിൽ പിണറായി വിജയന് പരാതി ഉണ്ടാവാൻ ഇടയില്ലെന്ന് രമേശ് ചെന്നിത്തല. CPM-ഉം BJP-യുമാണ് ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടതെന്നും ചെന്നിത്തല പ്രതികരിച്ചു. പ്രധാനമന്ത്രിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതിൽ പിണറായി വിജയൻ ഒരു അഭിപ്രായ വ്യത്യാസവും ഉണ്ടാവില്ല. കാരണം അവർ തമ്മിലുള്ള കൂട്ടുകെട്ട് അത്ര ആഴത്തിലുള്ളതാണ്. ഈ പരിപാടി നടത്തുമ്പോൾ അത് ഗവൺമെന്റിന്റെ 4ാം വാർഷികമാണെന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. 4ാം വാർഷികത്തിൽ പ്രധാനമന്ത്രിയെ കൂടി പങ്കെടുപ്പിക്കുമ്പോൾ BJP CPM കൂട്ടുകെട്ട് വളരെ വ്യക്തമാവുകയാണ്. ഇതിനുള്ള മറുപടി CPM BJP പറയേണ്ട ഒരു കാര്യമാണ്.
പറയുന്നത്.